ഇപ്പം കോടതിയുടെ വിധിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാറ്റാബേസ് അയച്ചു കൊടുക്കും. ഡാറ്റാബേസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് കയറിയിട്ട് നമ്മുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പറും എൻ്റർ ചെയ്യുന്നു. അതൊരു 5 ദിവസത്തോളം കിട്ടും. അതിനുശേഷം വീണ്ടും ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരള മെഡിക്കൽ അതൊരു ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. സ്കീം 2024 അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫൈൽ വെരിഫിക്കേഷനാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള റാങ്ക് ലിസ്റ്റും വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എക്സ് സർവീസ്മെനിൽ എത്രാമത്തെ ആള്, മൈനോറിറ്റി അനുവദിച്ച് കിട്ടിയോ, NRI എത്രാമത്തെ ആളാണ്. അപ്പം മെമ്മോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഏത് കാറ്റഗറി ആണെങ്കിലും എല്ലാവരും റെഗുലർ ആയിട്ട് സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. ഈ രണ്ടാമത് ചെയ്തതും തെറ്റിപ്പോയെന്നിരിക്കട്ടെ, അവർ വീണ്ടും ഈ ബ്രോസ് ബട്ടൺ വരും, ഈ വീണ്ടും മെമ്മോ അവിടെ തന്നെ കിടക്കും. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ അപ്ലോഡ് ചെയ്ത് തെറ്റാ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 104ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ നമസ്കാരം. നമസ്തേ. സാർ, ആദ്യം തന്നെ നീറ്റ് 2024 ബന്ധപ്പെട്ട് ഭൂതകാല ചരിത്രത്തിലൊന്നും ഉണ്ടാവാത്ത തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. സമാനതകളില്ലാത്ത ഒരു സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതെ. അപ്പോൾ കൗൺസിലിംഗ് നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇനി എന്താവും ഫ്യൂച്ചർ അവരുടെ എന്നുള്ള ബാക്കിയുള്ള സാധ്യതകളെല്ലാം കഴിഞ്ഞു പോകും. അതെ. അപ്പോൾ ക്ലാസ് ഒക്കെ ഇനി ഇതിനനുസരിച്ച് വൈകുമല്ലോ. അപ്പം ശരിക്കും എന്താണ് ഒരവസ്ഥ നീറ്റ് 2024? നീറ്റ് 2024 സാഹചര്യം സാർ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കടന്നു പോകുന്ന ഈ സാഹചര്യം സമാനതകളില്ലാത്തത് തന്നെയാണ്. പക്ഷെ കൗൺസിലിംഗ് പ്രോസസ്സിന് എപ്പോഴും ഈ ഡിലേ വരാറുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഇവരുടെ ഡേറ്റാബേസ് തയ്യാറാക്കുക എന്നുള്ളത് NTA സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ്. അതായത് മെയ് 5 എക്സാം കഴിയുന്നു. ജൂൺ 14 അവർ എക്സാം റിസൾട്ട് പറഞ്ഞിരുന്നത്. അത് ജൂൺ 4 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. സ്വാഭാവികമായിട്ട് ഏതാണ്ട് 15-20 ദിവസത്തിനുള്ളിൽ അവർക്ക് ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജൂലൈ 6 കൗൺസിലിംഗ് തുടങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു ഷെഡ്യൂളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് വീണ്ടും ജൂൺ 30 മറ്റൊരു റിസൾട്ട് നീറ്റിന് വന്നതുകൊണ്ട് വീണ്ടും 15 ദിവസം അല്ലെ 20 ദിവസത്തോടുകൂടി അവർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പം ജൂലൈ 20 അല്ലെങ്കിൽ 25 സമയങ്ങളിൽ അത് ഡാറ്റാബേസ് ക്ലിയർ ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകും. ഇനി ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും മുൻ വർഷങ്ങളാണ് 2023 ജൂൺ 13 റിസൾട്ട് വന്നത്. ഫസ്റ്റ് അലോക്കേഷൻ നടക്കുന്നത് ഈ 20-21 തീയതികളിലാണ് അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പം പരീക്ഷകൾക്ക് ശേഷമുള്ള ഈ ഒരു ഡിലേ ഇത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ ഈ വർഷം അതിന് ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു മൂഡിലല്ല നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മറ്റ് അലോട്ട്മെന്റുകളോ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള ഒരു ഡിലേയും ഉണ്ടാവുകയില്ല. ഏറ്റവും കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാം അലോട്ട്മെന്റ് പ്രോസസ്സുകളും അവിടെയൊന്നും നമുക്ക് സമയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല. വളരെ ധൃതി പിടിച്ച് അലോട്ട്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് മറ്റു കോളേജിലോട്ട് മാറി അപ്ഡേഷൻ എടുക്കാൻ പറ്റാതെ വരികയോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നടപടിക്രമങ്ങളിലൂടെ തന്നെ കടന്നു പോകാനുള്ള സമയമുണ്ട്. ക്ലാസ്സുകളും സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആരംഭിക്കും. ഇവർക്ക് നമ്മൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം, കാരണം മറ്റുള്ള അലോക്കേഷനുകൾ, ജോസ അലോക്കേഷൻ, അതായത് NIT IIT അലോക്കേഷനുകൾ, ബാക്കിയുള്ള ഡിഗ്രി അഡ്മിഷനുകളെല്ലാം അങ്ങനെയുള്ളതിനെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയി. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ബാക്കി കിട്ടുമായിരുന്നവരുടെ കൂടെ സീറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവര് അതിനകത്തോട്ട് കയറി പ്രവേശിച്ചു. ഇവര് കൂടുതൽ പേരും ജോസ അലോക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവര് കൂടുതൽ പേര് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി മെഡിക്കൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഇവർ അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് മാറും. അപ്പൊ യഥാർത്ഥ കിട്ടേണ്ടവർക്ക് അത് യഥാസമയം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ ബാക്കിയുള്ള അലോട്ട്മെന്റുകൾ വെച്ച് നോക്കുമ്പോഴുള്ള കുഴപ്പം. പക്ഷെ മെഡിക്കൽ അലോട്ട്മെന്റിൽ കൃത്യസമയം തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തു എന്നല്ലാതെ കൗൺസിലിംഗ് പ്രോസസ്സിന് ഒരു പ്രത്യേക ലാഗോ കാര്യങ്ങളൊന്നും ഇതുവരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ലാഗ് മാത്രമേ ഇതുവരെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതിൽ കുട്ടികൾക്ക് യാതൊരു തരത്തിലൊരു ടെൻഷൻ ആവശ്യമില്ല. സാർ, അപ്പോൾ മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുറ്റു നോക്കുന്നത് കീം 2024 കേരള മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? കേരളത്തിലെ MBBS BDS അതും MBBS-ഉം BDS-ഉം മാത്രമായിട്ട് 4 ഓൺലൈൻ അലോക്കേഷൻ നടക്കും. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള അലൈഡ് കോഴ്സുകളുടെ ഓൺലൈൻ അലോക്കേഷൻ 4 ഓൺലൈൻ പ്രോസസ്സുകളായിട്ട് നടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സമാന്തരമായിട്ട് തന്നെ അത് കടന്നു പോകുന്നത്. അതിപ്പം ഈ ഡാറ്റാബേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ NTA ഉടൻ തന്നെ NTAയുടെ വെബ്സൈറ്റിൽ exams.NTA വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഡാറ്റാബേസ് ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അപ്പോഴത്തേക്കും കേരളത്തിന് നടപടിക്രമങ്ങളും ആരംഭിക്കും. ഇപ്പം കോടതിയുടെ വിധിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാറ്റാബേസ് അയച്ചു കൊടുക്കും. ഡാറ്റാബേസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് കയറിയിട്ട് നമ്മുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പറും എൻ്റർ ചെയ്യുന്നു. അതൊരു 5 ദിവസത്തോളം കിട്ടും. അതിനുശേഷം വീണ്ടും ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരള മെഡിക്കൽ അതൊരു ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു പ്രഖ്യാപനമൊന്നുമില്ല. ഒരു 5 ദിവസം ഈ നീറ്റിന്റെ ഡീറ്റെയിൽസ് കേരളയുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാവകാശം തരും. അതിനൊരു 2 ദിവസത്തിന് ശേഷം മൊത്തത്തിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ലിസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പം അതിനകത്ത് നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേരളത്തിൽ എത്രയാണ് റാങ്ക് എന്നുള്ളത് പറഞ്ഞു വരും. അപ്പോഴും കാറ്റഗറി റാങ്ക് വരില്ല. അത് വീണ്ടും ഒരാഴ്ചയും കൂടെ സമയം കഴിയുമ്പോഴത്തേക്കും കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്യും. കാറ്റഗറി റാങ്കിനകത്ത് നമുക്കറിയാം നമ്മുടെ EWS നമ്മൾ എത്രാമത്തെ ആളാണ്, ഈഴവയിൽ നമ്മൾ എത്രാമത്തെ ആളാണ്, മുസ്ലിമിൽ എത്രാമത്തെ ആളാണ്, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, SC വിഭാഗം, ST വിഭാഗം, ഇതിലൊക്കെ നമ്മൾ എത്രാമത്തെ ആളാണെന്നുള്ളത് കേരള റാങ്ക് ലിസ്റ്റും വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എക്സ് സർവീസ്മെനിൽ എത്രാമത്തെ ആള്, മൈനോറിറ്റി അനുവദിച്ച് കിട്ടിയോ, NRI എത്രാമത്തെ ആളാണ്, അങ്ങനെയുള്ള കാറ്റഗറി വൈസിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ലിസ്റ്റ് വരുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ നമ്മൾ എത്രാമത്തെ ആളാണ്, PWD വിഭാഗത്തിൽ നമ്മൾ എത്രാമത്തെ ആളാണ്, ഇങ്ങനെയുള്ളതെല്ലാം കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സാർ, അതുപോലെ തന്നെ കീം 2024 ബന്ധപ്പെട്ടുള്ള പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യാൻ, ഇപ്പോൾ കേരള മെഡിക്കലിനില്ല, കേരളത്തിൽ കീം 2024 അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫൈൽ വെരിഫിക്കേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷന്റെ ഒരു ആവശ്യം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലോ? തീർച്ചയായിട്ടും അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പലരും ധരിച്ചിരിക്കുന്നത് റിസർവേഷൻ ഉള്ളവർ മാത്രം കയറിയിട്ടൊന്ന് പ്രൊഫൈൽ പരിശോധിച്ചാൽ മതി. അങ്ങനെയല്ല. കീമിന് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫൈൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ചെയ്താൽ മാത്രമേ റാങ്ക് വരുമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് ചിലരുടെ പേരിന് വ്യത്യാസം ഉണ്ടായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, നേറ്റിവിറ്റിക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നമ്മുടെ മെഡിക്കലിൽ സംഭവിക്കാതിരിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ഈ റിസർവേഷൻ നോക്കണ്ട, ജനറൽ ആയിക്കൊള്ളട്ടെ, പക്ഷെ എല്ലാവരും കൃത്യമായിട്ട് പ്രൊഫൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ഇടത്ത് സൈഡിൽ പ്രൊഫൈൽ എന്നുണ്ട്. ആ പ്രൊഫൈലിന് തൊട്ട് താഴെ മെമ്മോ ഉണ്ടോ എന്ന് നോക്കണം. സാധാരണ എല്ലാവരും ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്ന മൊബൈലിലൊക്കെ നോക്കും. ദയവായിട്ട് അതൊരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അക്ഷയ സെന്ററിലോ ഒക്കെ ചെന്നിട്ട് നോക്കണം. ആ പ്രൊഫൈലിന് താഴെ എന്തെങ്കിലും മെമ്മോ വന്നിട്ടുണ്ടോ. അപ്പൊ സാർ ആദ്യം ചോദ്യം ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണ്, യാതൊരു റിസർവേഷൻ ഇല്ലാത്ത ഒരു ജനറൽ വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥി, അദ്ദേഹം എന്തിനായിരിക്കണം പ്രൊഫൈൽ വെരിഫൈ ചെയ്യുന്നത്? ഒന്നാമത്തത്, നമ്മളെല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട 3 സർട്ടിഫിക്കറ്റുകളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നേറ്റിവിറ്റി, കേരളത്തിൽ എലിജിബിലിറ്റി കിട്ടേണ്ട നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പൊ കേരളയിൽ നിന്ന് അനുവദിച്ച് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയണമല്ലോ. കേരളയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയാലേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളയിൽ നിന്ന് അനുവദിച്ചു വന്നു. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേറ്റിവിറ്റിയുടെ അവിടെ കേരളൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുത്ത പ്രൂഫ് അംഗീകരിച്ചു. ഇനി ചിലപ്പോൾ കുട്ടി വിദേശത്ത് ജനിച്ചപ്പോൾ നമ്മൾ അറിയാതെ കേരളത്തിലെ നേറ്റിവിറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നേറ്റിവിറ്റിയുടെ സ്ഥാനത്ത് CBSE 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവർക്ക് അവിടെ എന്ത് കാണും? ഡിഫക്റ്റ് ഇൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് കാണും. ഇടത്ത് സൈഡിൽ പ്രൊഫൈലിന്റെ താഴെ മെമ്മോയും കാണും. ആ മെമ്മോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഈ നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തതിൽ എന്താണ് തെറ്റെന്നുള്ളത് അറിയാം. ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയ ആ കാര്യം എന്താണെന്നറിയോ? ഈ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട 3 സർട്ടിഫിക്കറ്റ്, അതിൽ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവർ ചിലരെന്ത് ചെയ്തു? ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചു. രണ്ടാമത്തെ ചോദ്യം ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, അത് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് തന്നെ വെച്ചു. മൂന്നാമതായിട്ട് അവരോട് ചോദിച്ചു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അതിനവരെന്ത് ചെയ്തു? അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒന്നിന് ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തു, ഒന്നിന് നേറ്റിവിറ്റിയും കൊടുത്തു. ഈ നേറ്റിവിറ്റി കൊടുക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ
പെർമനന്റ് അഡ്രസ്സ് എവിടെയാണോ ചിലപ്പം അറിയാതെ പ്ലേസ് ഓഫ് ബർത്തിന്റെ സ്ഥാനത്ത് ആ പെർമനന്റ് അഡ്രസ്സ് ഒക്കെ അവർ എൻ്റർ ചെയ്ത് വെക്കും. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ജന്മസ്ഥലം കാണിക്കുന്നു, നേറ്റിവിറ്റിയിൽ വേറൊരു ജന്മസ്ഥലം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, മെമ്മോ വന്നു, ഇത് രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മെമ്മോ വന്നു. യഥാർത്ഥത്തിൽ ആ നേറ്റിവിറ്റിയുടെ കോളത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് ആ പ്രൊഫൈലിന്റെ താഴെ ഒരു മെമ്മോയും ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. കാരണം പിന്നീട് ഇത് മാറ്റാനൊരു അവസരം കിട്ടില്ല. എത്രയോ കുട്ടികൾക്ക് അവരൊരു അർഹിച്ച റിസർവേഷൻ കിട്ടാതെ പോയിട്ടുണ്ട് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ യഥാസമയം ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് ജനറൽ ആയിക്കോട്ടെ ഏത് വിഭാഗക്കാരും പ്രൊഫൈൽ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. ഒരു മെമ്മോയും വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. സാർ, ഇപ്പൊ നമ്മൾ സംസാരിച്ചത് റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റിസർവേഷൻ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഒന്നാമത്തെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെന്താണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ, കാരണം ഈ റിസർവേഷൻ വ്യക്തികൾ അവർ ആ പ്രൊഫൈൽ വെരിഫൈ ചെയ്തില്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട പല റിസർവേഷനുകളും ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം. ഈ വർഷം ഏറ്റവും കൂടുതൽ റിസർവേഷൻ കിട്ടാതെ പോയ ഒരു വിഭാഗമാണ് EWS. മുൻ വർഷങ്ങളിലേക്കായാലും ധാരാളം EWS ആപ്ലിക്കേഷനാണ് ഈ വർഷം കേരള എൻട്രൻസ് കമ്മീഷർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതെന്ത് പറ്റി? അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും കീം 2024 പ്രോസ്പെക്ടസിൽ ഒരു പെർഫോമ ഉണ്ട് 216 പേജിൽ. ആ പെർഫോമ തന്നെ വേണമെന്നുള്ളത് നിഷ്കർഷം പിടിച്ചു. ധാരാളം ആപ്ലിക്കൻസ് EWS വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേക്കായാലും 4-5 ഇരട്ടി EWS ആപ്ലിക്കേഷനാണ് ഈ വർഷം നമ്മുടെ കീം ആപ്ലിക്കേഷനോടുകൂടി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്തു, പ്രോസ്പെക്ടസിലുള്ള പെർഫോമയിലുള്ളവർക്ക് അനുവദിച്ചാൽ മതി എന്ന തീരുമാനത്തിലോട്ട് എത്തുകയും അതുകൊണ്ട് നിർബന്ധമായിട്ടും കീമിന്റെ പെർഫോമ അനുസരിച്ച് കിട്ടാത്തവർക്കെല്ലാം മെമ്മോ അയച്ചു. അപ്പം നമ്മളിപ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തില്ലെങ്കിലോ, നമ്മൾ ഈ 16-ാം തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് മാറ്റി ചെയ്തില്ലെങ്കിൽ EWS റിസർവേഷൻ കിട്ടാതെ പോകും. അപ്പോൾ EWS കിട്ടിയവർ അവരുടെ നമ്മുടെ പ്രോസ്പെക്ടസിന്റെ ആ പേജ് ഡൗൺലോഡ് ചെയ്ത് പോയിട്ട് അതേ പെർഫോമയിൽ മേടിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്താലേ EWS റിസർവേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഈഴവ വിഭാഗത്തിലുള്ള ഒരാൾ നോൺ ക്രിമിനൽ സമർപ്പിച്ചപ്പം സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ആയിപ്പോയി കാണാം, അല്ലെ തഹസീൽദാരുടെ ആയിപ്പോയി കാണാം. അത് റിജക്ട് ചെയ്തു, മെമ്മോ വന്നിട്ടുണ്ട്. 16-ാം തീയതിക്കുള്ളിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന്റെ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്താലേ ഈഴവാന്ന് കിട്ടുള്ളൂ, അല്ലെ മുസ്ലിംന്ന് കിട്ടുള്ളൂ, അല്ലെ വിശ്വകർമാന്ന് കിട്ടുള്ളൂ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ഇതെല്ലാം അനുവദിച്ച് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന്റെ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു. അതിപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നോക്കിയില്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട റിസർവേഷൻ കിട്ടാതെ പോകും. SC വിഭാഗം, ST വിഭാഗം, ഇന്റർ കാസ്റ്റ് മാരേജ്, എക്സ് സർവീസ്മെൻ, മൈനോറിറ്റി, ഇതെല്ലാം വെരിഫൈ ചെയ്യേണ്ട സമയം ഇപ്പം. ഈ 16-ാം തീയതിക്കുള്ളിൽ ഇതെല്ലാം പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് ഇതെല്ലാം അനുവദിച്ച് കിട്ടിയെന്ന് ഉറപ്പാക്കണം. എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ കാറ്റഗറിയുടെ അവിടെ നമ്മൾ എന്ത് കമ്മ്യൂണിറ്റി ആണോ അതവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നോൺ ക്രിമിനൽ അംഗീകരിച്ചു. ഞാൻ മുസ്ലിമാണ്, എൻ്റെ കാറ്റഗറിയുടെ അവിടെ MU എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത നോൺ ക്രിമിനൽ അംഗീകരിച്ചു. EZ എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത നോൺ ക്രിമിനൽ അംഗീകരിച്ചു, എനിക്ക് ഈഴവ റിസർവേഷൻ കിട്ടി. അങ്ങനെ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചെങ്കിൽ അതിന് നേരെ അതെല്ലാം കാണിക്കും. ഓൾ ക്രിസ്ത്യൻ ആണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി ആണ്, അവിടെ OAC എന്നുണ്ട്, ഓൾ ക്രിസ്ത്യൻ എന്നുണ്ട്. ഇനി നോൺ ക്രിമിനൽ അല്ല മുസ്ലിം, അവർക്ക് നോൺ ക്രിമിനൽ കിട്ടില്ല. സാമ്പത്തികമായിട്ട് ഒത്തിരി കൂടുതലുള്ളവരുണ്ട്, നോൺ ക്രിമിനൽ കിട്ടിയില്ല. പക്ഷെ മുസ്ലിം മൈനോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവർക്ക് മുസ്ലിം മൈനോറിറ്റി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മുസ്ലിം നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തവരും മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽ MM എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അർഹതപ്പെട്ടതെല്ലാം ഇപ്പൊ പ്രൊഫൈലിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പലരും ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പം ഒന്നുകിൽ കാറ്റഗറിയിൽ കാണില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് നമ്മുടെ റാങ്കിനേക്കാളും കുറഞ്ഞ റാങ്കുള്ള മറ്റ് അതേ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിക്ക് കിട്ടി. അപ്പോഴാണ് അറിയുന്നത് നമുക്ക് നമ്മുടെ അർഹത ഉണ്ടായിരുന്ന റിസർവേഷൻ കിട്ടാതെ പോയി എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും പ്രൊഫൈൽ വെരിഫൈ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും, റിസർവേഷൻ ഉള്ള കുട്ടികളായാലും ഇല്ലാത്ത കുട്ടികളായാലും പഴുതടച്ച് ഒരു ശ്രദ്ധ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് കൊടുക്കുക എന്നുള്ളത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട് ഇനി
ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സാധിക്കുമോ? ആപ്ലിക്കേഷൻ അതെ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പൊ EWSനോ ഈഴവന്നോ ഒക്കെ കിട്ടിയെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതൊരിക്കലും അനുവദിക്കില്ല. അത് ഒന്ന് നമുക്ക് ഏപ്രിൽ 17 വരെ ഒരു സാവകാശം നൽകിയിരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം ജൂൺ 21 മുതൽ 24 വരെ വീണ്ടും ഒരു അവസരം നൽകി. ഇനി നമുക്ക് അതിനൊരു അവസരം തരില്ല. കാരണം ഇനി അലോട്ട്മെന്റ് പ്രോസസ്സിലോട്ട് കടന്നു പോകണം. എത്രയും പെട്ടെന്ന് അലോട്ട്മെന്റിലോട്ട് പോകേണ്ടത് കൊണ്ട് ഒരു കാറ്റഗറി പുതിയതായിട്ട് അനുവദിക്കാനായിട്ട് നിർവാഹമില്ല. അത് ഇമെയിൽ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. ഉള്ള സർട്ടിഫിക്കറ്റിനെ വെരിഫൈ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സാർ, അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെയും അതുപോലെ തന്നെ PWDയും ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ കാണിക്കുന്നില്ല. ഇല്ല, ഈ പ്രൊഫൈൽ വന്നിട്ടില്ല. അപ്പോൾ അവരിനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ സ്പോർട്സ് കോട്ട വെച്ചിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 28 വരെ, ജൂൺ 28 വരെയായിരുന്നു PWD വിഭാഗം ഭിന്നശേഷിക്കാരുടെ വെരിഫിക്കേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ഇത് രണ്ടും ഈ പ്രൊഫൈൽ വന്നിട്ടില്ല. അതിനി നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിഞ്ഞ് കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നതേ ഉള്ളൂ. സ്പോർട്സിന് അപ്ലൈ ചെയ്ത് ധാരാളം കുട്ടികളുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റിലൊക്കെ സ്പോർട്സ് കൗൺസിൽ വെരിഫൈ ചെയ്ത് അതിന്റെ മാർക്കൊക്കെ ആഡ് ചെയ്ത് അതിന് നീറ്റിന്റെ ഒക്കെ മാർക്ക് കിട്ടണം. അവർക്ക് കേരളയുടെ ഒക്കെ മാർക്ക് കിട്ടണം. ആ മാർക്കിന്റെ കൂടെ വേണം ഈ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ വരാനായിട്ട്. അതുകൊണ്ടാണ് അത് ഇതിനകത്ത് കാണിക്കാത്തത്. അതിന് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്, അല്ലെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ സ്പോർട്സിൽ എത്രാമതാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അല്ലെ സ്പോർട്സ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടോന്ന് പോലും കാറ്റഗറി റാങ്ക് വരും മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് PWD വിഭാഗവും. ഭിന്നശേഷിക്കാർക്കും തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടിയോ, തങ്ങളെ PWD കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയോ എന്നറിയാൻ പറ്റുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരാഴ്ചക്കുള്ളിൽ കേരള കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ PWD അനുവദിച്ച് കിട്ടുകയുള്ളൂ. അതിൽ എത്രാമത്തെ PWD കാരനാണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. സാർ, അതുപോലെ തന്നെ കേരളത്തിലെ MBBSന്റെയും BDSന്റെയും NRI കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജ്. അതെ. അപ്പോൾ അത് ആദ്യത്തെ 2 ദിവസം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അതെന്താണ് അങ്ങനെ? കേരളത്തിലെ ഈ സെൽഫ് ഫിനാൻസിങ് MBBSന്റെയും BDSന്റെയും 15% NRI സീറ്റിന് പല കുട്ടികളും NRI സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ വെരിഫിക്കേഷൻ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിനൊരു ഗവൺമെന്റ് റൂള് ഈ ഏറ്റവും അടുത്ത ദിവസം ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് റൂളൊന്ന് പുതുക്കിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ NRIയുടെ മാത്രമായിട്ടൊരു വെരിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും. ഒരിക്കൽ കൂടി വരും. എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ അപാകതയുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുകയും അത് അപ്ലോഡ് ചെയ്യാൻ ആവശ്യത്തിന് സമയം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യത്തെ 2 ദിവസം പ്രൊവിഷണലി അലോട്ടഡ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NRI അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് പ്രൊഫൈലിൽ നിന്ന് മാറി. അത് ഇനി ഒരു അവസരം കൂടെ വരും. NRIയുടെ മാത്രം വെരിഫിക്കേഷനും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായിട്ടും ഒരാഴ്ചക്കുള്ളിൽ ഒരവസരം കൂടെ കിട്ടുന്നതാണ്. ആ സമയത്ത് അത് ക്ലിയർ ചെയ്തിട്ട് NRI അനുവദിച്ച് കിട്ടുകയില്ലോ എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കീം 2024 ബന്ധപ്പെട്ട് ഏതെങ്കിലും കാരണങ്ങളാൽ മെമ്മോ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ട്. ഒരു 30% വിദ്യാർത്ഥികൾക്ക് മെമ്മോ വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ അവരിനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവരിനി കറക്റ്റ് ചെയ്തു എന്ന് എങ്ങനെയാണ് അവർ ഉറപ്പുവരുത്തുന്നത്? തീർച്ചയായിട്ടും നമ്മളത് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയത് കാര്യമാണ് അല്ലേ. നമുക്ക് മെമ്മോ വന്ന വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ മെമ്മോയ്ക്കകത്ത് തന്നെയുണ്ട് എന്താണ് തെറ്റെന്നുള്ളതുണ്ട്. നേറ്റിവിറ്റി ആണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഈ നോൺ ക്രിമിലെയറിന്റെ കാര്യം ഒക്കെ ആണെങ്കിലും എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് ആ മെമ്മോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം EWSനെ ഉദാഹരണമായിട്ട് എടുത്താൽ അതിന് ആ ഫോർമാറ്റാണ് വ്യത്യാസം. അതുകൊണ്ട് ആ ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുക. ആ ഫോർമാറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പുതിയ ഫോർമാറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ അതിനകത്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് എഴുതി മേടിച്ച് തിരിച്ച് അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ആണെങ്കിൽ അത് അനുവദിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ EWS തന്നെ എടുക്കുകയാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ജനറൽ എന്നാണ് കിടക്കുന്നത്. കാരണം ഡിഫക്റ്റ് ആയിരുന്നു. അതിപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയുടെ അവിടെ EW എന്ന് കിടക്കുന്നത് ഇത് തീരുന്നതിന് മുമ്പ് തന്നെ കാണാൻ സാധിക്കും. അപ്പം മെമ്മോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഏത് കാറ്റഗറി ആണെങ്കിലും എല്ലാവരും റെഗുലർ ആയിട്ട് സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. ഈ രണ്ടാമത് ചെയ്തതും തെറ്റിപ്പോയെന്നിരിക്കട്ടെ, അവർ വീണ്ടും ഈ ബ്രോസ് ബട്ടൺ വരും. ഈ വീണ്ടും മെമ്മോ അവിടെ തന്നെ കിടക്കും. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ അപ്ലോഡ് ചെയ്ത് തെറ്റാ, കറക്റ്റ് ചെയ്യണം. ഇപ്പം നേറ്റിവിറ്റിയുടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ആ കേരളൈറ്റ് എന്നുള്ളത് അവിടെ തെളിഞ്ഞു വരും. ഇനി വന്നിട്ടില്ല, വീണ്ടും മെമ്മോ അവിടെ തന്നെ കിടക്കുവാണ്, ബ്രൗസ് ബട്ടൺ അവിടെ കിടക്കുകയാണെങ്കിൽ, അപ്ലോഡ് ചെയ്യാനുള്ള ആ ബ്രൗസ് ബട്ടൺ അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് തെറ്റാണെന്ന അർത്ഥം. അത് വീണ്ടും കറക്റ്റ് ചെയ്യണം. ഈ നേറ്റിവിറ്റി പോലെയുള്ളത്
അവസാനം വരെ, അതായത് ഈ ലാസ്റ്റ് ഡേറ്റ് നോക്കണമെന്നില്ല, എപ്പോഴാണെങ്കിലും നമ്മളെ കൊണ്ടത് കറക്റ്റ് ചെയ്യിക്കുക. കറക്റ്റ് ചെയ്ത് തന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുകയുള്ളൂ. ഇനി അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ റാങ്ക് കാണും, പക്ഷെ അത് നമുക്ക് വിത്തുകളിലെന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിലോട്ട് പോവില്ല. അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അലോട്ട്മെന്റിലോട്ടും പോവുള്ളൂ. അപ്പം അത് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്ത് എപ്പോഴാണെങ്കിലും തെറ്റാണെങ്കിലും അത് അവർ നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചിരിക്കും. പക്ഷെ കാറ്റഗറി പോലെയുള്ളത് ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അനുവദിച്ച് കിട്ടില്ല, നമ്മൾ ആപ്ലിക്കേഷൻ ജനറലിലോട്ട് പോകും. അതുകൊണ്ട് കാറ്റഗറി വൈസ് ചെയ്തവരെല്ലാവരും അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കറക്റ്റാണ് നമ്മുടെ കാറ്റഗറിയുടെ അവിടെ അത് അനുവദിച്ച് കിട്ടിയെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം. ഇത് റെഗുലറായിട്ട് അവരുടെ സെർവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂറോ 48 മണിക്കൂറോ കഴിഞ്ഞ് നമുക്കത് കാണാം, നമ്മുടെ മെമ്മോ മാറി പകരം അവിടെ അത് അനുവദിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ കാണുന്നിടം വരെ നമ്മൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ല നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് തെറ്റാണെങ്കിൽ അത് വീണ്ടും മാറ്റി ചെയ്യണം. അത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ വഴി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അപേക്ഷിച്ചതുപോലെ തന്നെ, പരീക്ഷ എഴുതിയതുപോലെ തന്നെ നമ്മുടെ റാങ്കിനും മാർക്കിനും റിസർവേഷനും അനുസരിച്ച് നമുക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ ഈ പ്രൊഫൈൽ വെരിഫിക്കേഷനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശിവൻ സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നീറ്റ് 2024 കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു താമസം അല്ലെങ്കിൽ സമയക്രമം മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. അതുപോലെ തന്നെ കീം 2024 ബന്ധപ്പെട്ടാണെങ്കിൽ പോലും പ്രൊഫൈൽ വെരിഫിക്കേഷൻ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റേജിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യവും ഒരിക്കൽ കൂടി അതെ. അപ്പോൾ ആ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ഉറപ്പ് വരുത്തുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ നീറ്റ് 2024 ബന്ധപ്പെട്ടും കീം 2024 ബന്ധപ്പെട്ടും അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമല്ലോ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.